മറ്റുള്ളവരുടെ ചിലവിലല്ലെങ്കിൽ കടം വാങ്ങി ചികിത്സ നടത്താൻ വിസമ്മതിക്കുന്ന രോഗി തൻ്റെ ചികിത്സയ്ക്കായി വീടും പറമ്പും വിൽക്കുമ്പോൾ ഫണ്ട് സ്വരൂപിക്കുന്ന ഭാഗമായി മലബാർ ഭാഗങ്ങളിൽ വിശിഷ്യ മുസ്ലിങ്ങൾ ഈയിടെയായി കാണപ്പെടുന്ന ഒരു തരം നറുക്കെടുപ്പ് രീതിയുണ്ടല്ലോ. ടിക്കറ്റ് എടുത്ത് അതിലൂടെ ലഭിക്കുന്ന പണം രോഗിക്ക് കൊടുക്കുകയും നറുക്ക് ലഭിക്കുന്നവർക്ക് രോഗിയുടെ വീടും പറമ്പും കൊടുക്കുന്ന രീതി. ഇങ്ങനെ ചെയ്യാമോ? അറിവില്ലായ്മ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളുണ്ട്. സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുമ്പോഴും മാനസികമായി അവർ ഒരു സാധുവിനെ സഹായിക്കുന്നു എന്ന നിർവൃതിയിലാണുള്ളത്, സന്തോഷത്തിലുമാണ് അവരുള്ളത്. യഥാർത്ഥത്തിൽ മതപരമായി കൊണ്ടുള്ള അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവരെ കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറി എന്ന് പറഞ്ഞ ഒരു കച്ചവട രീതിയുണ്ട്. ഖിമാറി എന്നാണ് ആ കച്ചവട രീതിയുടെ പേര്. ഖിമാറിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു ലഭിക്കുവാനായിക്കൊണ്ട് കുറേ ആളുകൾ പണമിറക്കും. അങ്ങനെ ആ പണമിറക്കിയ മുഴുവൻ ആളുകൾക്കും വസ്തു ലഭിക്കുകയില്ല. ഏതെങ്കിലും ചില ആളുകൾക്കത് ലഭിക്കും, ചില ആളുകൾക്ക് ലഭിക്കുകയില്ല. അതേ സമയത്ത് അത് വിൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ സ്വത്തിനേക്കാളും വിലയുള്ള രൂപത്തിൽ സ്വത്ത് ലഭിക്കുകയും ചെയ്യും. ഇയാൾ എത്രയാണോ സമ്മാനമായി കൊടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ. കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന് ഒരു 10 ലക്ഷം രൂപയാണ് വില എങ്കിൽ, ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ എല്ലാ ആളുകളും എന്താക്കുന്നു, ഇതിലേക്ക് 1000-ഓ 2000-ഓ അത് നിക്ഷേപിക്കുന്നു. അങ്ങനെ ഈ വീടിന് അവർ നിശ്ചയിച്ച വില എത്തുന്ന സമയത്താണ് നറുക്കെടുപ്പ് ഉണ്ടാവുക. ഈ ഘട്ടത്തിൽ ഓരോരുത്തരും പൈസ നൽകുന്നത് തനിക്ക് വീട് ലഭിക്കണമെന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. ആ രോഗിയെ സഹായിക്കാനാണെങ്കിൽ ഈ 1000 രൂപ നേരിട്ട് കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 2000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് കിട്ടുക എന്നൊരു അടിസ്ഥാനപരമായ ചിന്ത ഉണ്ട്. അപ്പോൾ അത് അതിന് ഒരു ചോദ്യം എന്നുള്ള നിലക്ക് ഇവിടെ പ്രത്യേകം കൊണ്ടുവന്നൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ രോഗി തയ്യാറല്ല എന്ന് പറയുന്നത് ഇതൊരു ചോദ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ട്വിസ്റ്റാണ്. അപ്പോൾ മറ്റുള്ളവർ 1000 കൊടുത്താൽ അദ്ദേഹം വാങ്ങൂല, അദ്ദേഹത്തിൻ്റെ വീട് വിറ്റാൽ എന്നാൽ പിന്നെ അദ്ദേഹം എന്താക്കിയാൽ മതി, ആ വീടിൻ്റെ വില നിശ്ചയിച്ച് ഒരാൾക്ക് കൊടുത്താൽ മതി. ഇത് ഈ കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റിക്കാരിങ്ങനെ നറുക്കെടുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നറുക്കെടുപ്പുകൾ ഇത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ഖിമാറിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ അത് മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് ഒരിക്കലും തന്നെ പാടുള്ളതല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലോട്ടറി പോലെ തന്നെയാണ് ഇതുള്ളത്. ലോട്ടറി എന്തുകൊണ്ടാണ് ഹറാമെന്ന് പറയുന്നത്? ഖിമാർ എന്ന് പറയുന്ന വർഗത്തിൽപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രോഗിയെ സഹായിക്കലാണ് ലക്ഷ്യമെങ്കിൽ ആ പണം അദ്ദേഹത്തിന് ആ രൂപത്തിൽ തന്നെ നൽകി അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ വലിയ പ്രയാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കഴിയാം. രണ്ടാമത്തതല്ല, ആളുകളുടെ പക്കൽ നിന്ന് ഇത് വാങ്ങാൻ ഇദ്ദേഹത്തിന് വിസമ്മതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് ഏതായാലും വിൽക്കാൻ തീരുമാനിച്ചതാണല്ലോ. അങ്ങനെ അത് വിറ്റുകൊണ്ട് അതിൽ നിന്ന് കാശ് വാങ്ങുകയും ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമികമല്ല. അതിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാർ എന്ന് പറയുന്ന കച്ചവട രീതിയാണ് ഉള്ളത്. അതൊരിക്കലും തന്നെ ശരിയായ രീതിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.